UDF-ൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തെ ഇടതുമുന്നണിയിൽ തോൽവിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ തോൽവിയിൽ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആണ് ഉയരുന്നത്. കനത്ത പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടുകൾ ആണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്നതാണ്. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാകും എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പോലും ഉയരുന്നു. എറണാകുളം ജില്ലയിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം പി രാജീവ് എന്ന വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിമർശനം ഉന്നയിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാകും എന്ന വിമർശനം ഉന്നയിച്ചത് കണ്ണൂരിൽ നിന്നുള്ള അംഗങ്ങൾ ആണ്. പാർട്ടി ജയിച്ചാലും KK ശൈലജ ജയിക്കരുത് എന്ന ചിലർ നിർബന്ധം പുലർത്തിയിരുന്നു എന്ന വിമർശനവും അവിടെ ഉയർന്നു വരുന്നു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്നാണ് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശനം ഉയർത്തിയത്. ഇതിനിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടും തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നുവെന്ന് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജ് പറയുകയും ചെയ്തു. എറണാകുളത്തെ എന്തൊക്കെ വിമർശനം ആണ് ഉയർന്നത്? ഡാനി പോൾ നൽകും റിപ്പോർട്ട്. പല ജില്ലാ കമ്മിറ്റികളിലും എന്ന പോലെ തന്നെ എറണാകുളം CPM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും കടുത്ത വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങളിൽ അത് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിമർശനം ഉയരുന്നത്. 2 ദിവസമായി തുടരുന്ന യോഗം അത് ഇന്നും തുടരും. ഇതിൽ ആദ്യ ദിവസം തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയായിരുന്ന പി രാജീവിനെതിരെ വലിയ വിമർശനം ഉയർന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഏകാധിപത്യ രീതിയിൽ തന്നെ ഇടപെട്ട് പലരെയും സ്ഥാനാർത്ഥിയാകാനായിട്ട് ഇവരായിരിക്കും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് നിർബന്ധം പിടിച്ചു അടിച്ചേൽപ്പിച്ചു എന്ന രീതിയിലാണ് ഈ കമ്മിറ്റിയിൽ യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി അവതരിപ്പിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയെടുക്കുന്ന രീതിയായിരുന്നു. ഇതിൽ ഒരു കൂട്ടായ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പി രാജീവിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം അതുതന്നെയാണ്. പല മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇവിടെ പിണറായി ഒരു ഏകാധിപത്യ ശൈലിയെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജില്ലയിൽ അത് പി രാജീവ് ആയിരുന്നു എന്ന രീതിയിലാണ് അംഗങ്ങളിൽ നിന്ന് ഉയർന്ന വലിയ വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പൊതുവിലും ഇപ്പോഴുള്ള ഒരു പ്രചാരണ രീതികളെ UDF-ൻ്റെ അടക്കമുള്ള ഒരു പ്രചാരണ രീതികളടക്കം നേരിടുന്നതിൽ അമ്പേ പരാജയമായിരുന്നു നേതൃത്വമടക്കം. അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉയരുന്നത്. ഇതിൽ എടുത്ത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾ പലതും തന്നെയും അത് വർഗീയ ചുവയുള്ള പല വിമർശനങ്ങളും പ്രസ്താവനകളും അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെ നേരിടേണ്ടത് സത്യത്തിൽ പിണറായി വിജയൻ അതിന് മുന്നിട്ട് നിന്ന് എതിർക്കേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു എന്നതെല്ലാം തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പൊതുവിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം അത് CPM നേതാക്കളുടെ ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥികളെ നൽകുന്നതായിരുന്നു. പലർക്കുമുള്ള അവരുടെ നേതാക്കൾ അവരവരുടെ തന്നെ സ്വന്തക്കാരെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് ജനം വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് പൊതുവിലും നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പൊതുവിൽ തന്നെ ഉയർന്നിരുന്നത്. ഏതായാലും എറണാകുളം ജില്ലയിൽ വലിയ ഒരു നേട്ടം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു. കാരണം UDF-ൻ്റെ ഒരു അപ്രമാദിത്വം ഈ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി അവിടെ എക്കാലത്തും ഒരു ചെറുത്തുനിൽപ്പ് UDF-ന് ഇടതുമുന്നണിക്ക് സാധ്യമായിരുന്നു എന്നതാണ്. പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ പരാജയം എന്ന രീതിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇക്കുറി അത് സംഭവിച്ചു. 14 സീറ്റുകളിലും വലിയ മാർജിനിൽ തോൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായിരുന്ന വൈപ്പിൻ സിറ്റിംഗ് MLA അവിടെ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫലം 2ഇടത്തും തോൽവിയാണ് സംഭവിച്ചത്. അങ്ങനെ അടക്കമുള്ള നിരവധിയായ കാരണങ്ങൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിക്ക് നേതൃത്വത്തിന് തുടക്കം മുതൽ പാളി. ഇത് വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്ഥാനാർത്ഥിത്വങ്ങളെല്ലാം തന്നെ പലതും തന്നെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം പോയി എന്നൊരു രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെ ജില്ലാ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുമെല്ലാം തന്നെ ഉയർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.